നീലേശ്വരം പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ദേവനർത്തകൻ എന്ന ആചാരപദവി പെരുമയിൽ 82 വർഷം പൂർത്തീകരിക്കുകയാണ് കയ്യൂർ ചെറിയാക്കരയിലെ ശ്രീ അരക്കച്ചാലിൽ അമ്പുക്കോമരം. 95 വയസ്സ് പ്രായമുള്ള ഇദ്ദേഹമാണ് നിലവിലെ ആചാരസ്ഥാനികരിൽ ഏറ്റവും മുതിർന്ന കോമരം. ചെറിയാക്കരോർ എന്ന് എല്ലാവരും ബഹുമാനപൂർവ്വം വിളിക്കുന്ന ശ്രീ അമ്പുക്കോമരത്തിൻ്റെ ആചാരവഴിയിൽ അത്ഭുതങ്ങളുടെയും അതിശയങ്ങളുടെയും കഥകളും നിരവധിയാണ്. ആചാരപ്പെടലിൻ്റെ ദൈവനിയോഗം തന്നെ അദ്ദേഹത്തിൻ്റെയും സമപ്രായക്കാരുടെയും ഓർമ്മകളിൽ സമാനതകളില്ലാത്ത ഒരു അനുഭവമായിരുന്നു. എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ദേവനർത്തകനെ കണ്ടെത്താൻ പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രനടയിൽ പ്രശ്നചിന്ത നടത്തി. ആചാരപ്പെടാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചെത്തിയവരിൽ ആരെയും ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എല്ലാവരും വിഷമിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് ശ്രീ അരക്കച്ചാലിൽ കമ്മാരൻ എന്നവർ തൻ്റെ വീട്ടിൽ കാലിമേച്ച് നടക്കുന്ന അമ്പു എന്ന 13കാരൻ ഒരു ബാലനുണ്ടെന്ന് ആ ക്ഷേത്രനടയിൽ വെച്ച് അറിയിക്കുന്നത്. കൗമാരപ്രായക്കാരനായ ഒരു ബാലൻ ആചാരപ്പെടുന്നത് അക്കാലത്തും അപൂർവം മാത്രമായിരുന്നു. പക്ഷേ ദേവപ്രശ്നചിന്തയിൽ ദൈവഹിതം അതായിരുന്നു. അങ്ങനെ 13-ാം വയസ്സിൽ കുഞ്ഞിപ്പുര തറവാട്ടംഗമായ ചെറിയാക്കര അരക്കച്ചാലിൽ അമ്പു ചെറിയാക്കര ശ്രീ അമ്പുക്കോമരമായി ആചാരപ്പെട്ടു. സ്കൂൾ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത കൃഷിപ്പണി ഉപജീവനമാർഗമായി സ്വീകരിച്ച് ജീവിതം നടത്തിപ്പോകുന്ന കാലത്തുനിന്നും ആചാരവഴിയിലേക്കെത്തിയപ്പോൾ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ദേവനർത്തകരിൽ പ്രമുഖൻ എന്ന പേര് നേടാൻ ശ്രീ അമ്പുക്കോമരത്തിന് അധികം നാളുകൾ വേണ്ടിവന്നില്ല. വാഹന സൗകര്യം കുറവായിരുന്ന ആ കാലത്ത് തേജസ്വിനി പുഴ കടന്ന് 13 കിലോമീറ്റർ നടന്നാണ് അദ്ദേഹം പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് എത്തിയിരുന്നത്. കാഞ്ഞങ്ങാട് കിഴക്കുംകര ശ്രീ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കും കോട്ടിക്കുളം കരിപ്പോടി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കും ഉൾപ്പെടെ പലയിടങ്ങളിലേക്കും നടന്നു ചെന്ന് തന്നെയാണ് അക്കാലത്ത് അദ്ദേഹം അടിയന്തരാദി കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നത്. ദേവിയുടെ തിരുവായുധം കയ്യിലേന്തിയാൽ നാവിലുയരുന്ന അരുളപ്പാടുകൾ ആരിലും ഭക്തി ആദരവുണർത്തുന്നതും വിസ്മയം ജനിപ്പിക്കുന്നതുമായിരുന്നു. പരേതനായ കൊട്ടൻ കോമരമായിരുന്നു അമ്പുക്കോമരത്തിൻ്റെ ഗുരുനാഥൻ. കരിപ്പോടിയിലെ പരേതനായ അമ്മാളുക്കോമരം, കിനാനൂരിലെ പരേതനായ കാര്യമ്പ് കോമരം എന്നിവർ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. വാർദ്ധക്യ സഹജമായ ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിലും ക്ഷേത്രത്തിലെ പ്രധാന അടിയന്തരങ്ങളിൽ പങ്കെടുക്കുവാൻ ഇന്നും അദ്ദേഹം എത്തിച്ചേരാറുണ്ട്. 2025 ഫെബ്രുവരി 8 മുതൽ 11 വരെ പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം നടക്കാൻ പോകുന്നത് അമ്പുക്കോമരത്തിൻ്റെ ആചാരപ്പെടലിന് ശേഷമുള്ള 5ാമത്തെ പെരുങ്കളിയാട്ടമാണ്. പല നാടുകളിൽ പല മുച്ചിലോട്ട് കാവുകളിലായി നിരവധി പെരുങ്കളിയാട്ടങ്ങളിൽ ദേവനർത്തനം ചെയ്തതിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ട്. നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും ഇതിനോടകം തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ടാക്ട് ദുബായിയും വാണിയ സമുദായ സമിതിയും സംയുക്തമായി ആചാരശ്രേഷ്ഠ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. കരിവള്ളൂരിൽ വെച്ച് നടന്ന വാണിയ മഹാസമ്മേളനത്തിൽ വെച്ചും അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടു. തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ്, വാണിയ സമുദായ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലും കേരള കൗമുദി ദിനപത്രം കണ്ണൂർ യൂണിറ്റ്, പുതുക്കൈ സേവാ ട്രസ്റ്റ്, പുതുക്കൈ പ്രവാസി കൂട്ടായ്മ, കരിപ്പോടി മുച്ചിലോട്, കല്യാൽ മുച്ചിലോട്ട്, വാണിയ സമുദായ ആചാര കൂട്ടായ്മ കൂടാതെ ചെറിയാക്കര സ്കൂൾ, കർഷക സംഘം, കൃഷി വകുപ്പ് എന്നിവരും ഇദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ആചാരവഴിയിൽ 82 ആണ്ടുകൾ പിന്നിടുന്ന ആദരണീയനായ ചെറിയാക്കര ശ്രീ അരക്കച്ചാലിൽ അമ്പുക്കോമരത്തിന് നീലേശ്വരം പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടം